ഫ്രഞ്ച് മെഡയിലൊക്കെ മെടഞ്ഞത് വെറുതെ ആയാ? എല്ലാരും ബാക്കിൽ നിന്നാണല്ലോ വീഡിയോ എടുക്കുന്നത്. ഏതായാലും പുറകോട്ടിടാം. എവളുടെ മുഖത്ത് നിർവികാരതയാണല്ലോ എന്ന് ഘോരം പ്രസംഗിക്കുന്ന റിപ്പോർട്ടർമാരെ കണ്ടു. വികാരങ്ങളെയൊക്കെ മൂക്കിലും ചുണ്ടിലും ആയിട്ട് ഒതുക്കിയിരിക്കുക. അതാരും കാണാതിരിക്കാനായി മാസ്ക് വെച്ചേക്കുന്നത്, അല്ലാതെ എനിക്ക് കൊറോണ ആയതുകൊണ്ടല്ല. ഓരോ ഗ്ലാസ് കോകിലാക്ഷൻ കഷായം എന്നെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഓരോരുത്തർക്കും തരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വരെ പഠിച്ചിട്ടുണ്ടെങ്കിലേ അവിടെ വരെ കൂടിയ റാങ്ക് വാങ്ങിച്ചോളാം ഈ ക്രൂഷ്മ. ഇപ്പൊ വാങ്ങിച്ച ശിക്ഷയിലും അങ്ങനെ തന്നെയാണല്ലോ. ചരിത്രമല്ലേ ഞാൻ കേരളത്തിൽ എഴുതിയത്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിമിനൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. 10-14 കൊല്ലം ജയിലിൽ കഴിയുന്നത് എനിക്ക് ഇതാണ്. 38ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങിയിട്ട് ഈ 14 കൊല്ലത്തെ കേട് തീർത്ത് ജീവിക്കാനും ക്രൂഷ്മയ്ക്ക് അറിയാം. മേൽക്കോടതികൾ ഇനിയും കിടക്കുകയാണല്ലോ. ഈ വധശിക്ഷ മിനിമം ഒരു ജീവപര്യന്തമെങ്കിലും ആക്കി ഞാൻ കുറച്ച് വാങ്ങിക്കും. ഹിച്ചയോ എന്നോ നീളത്തിൽ വിളിച്ച് ഒരുത്തനെ നൈസായിട്ട് ഇല്ലാതാക്കിയവളാ ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സിൽ. എന്നോടാണോ? പണ്ട് ആശുപത്രിയിൽ വെച്ചൊരു ആത്മഹത്യാ നാടകം ഞാൻ നടത്തിയത് എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. ഈ കേസ് ഇവിടെ വരെ എത്തി നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ ഈ സമയത്ത് എനിക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഞാൻ അന്ന് ചെയ്തതാണിത്. മനസ്സിലായോ? ഇനിയിപ്പോ പരോള് കിട്ടിയില്ലേലും നമ്പർ എഴുതിയ വെള്ളയും ഇട്ടുകൊണ്ട് കുറെ കൊല്ലം സെല്ലിൽ കിടക്കേണ്ടി വന്നാലും കുറ്റബോധം എന്ന സാധനം എന്നെ തൊട്ട് തീണ്ടൂല്ല. നീ നീ മഹാപാപം ചെയ്തടി എന്ന് 2 കൊല്ലം കൊണ്ട് കേൾക്കുന്നു. ഞാൻ ചെയ്ത്. എല്ലാരും സ്നേഹിക്കണത് അങ്ങ് കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ? എനിക്ക് അയാളെ കൊണ്ട് പല സമയത്തും പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. അതെനിക്ക് മടുത്തു. സ്ഥിരമായിട്ട് എനിക്ക് കഷായം കൊടുക്കാൻ കൊള്ളാവുന്ന ഒരുത്തനെ വീട്ടിൽ നിന്ന് നോക്കി തന്നപ്പോ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു പോന്ന്. പക്ഷെ അയാൾക്ക് ആത്മാർത്ഥ പ്രണയം. എന്നെ കെട്ടുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ജ്യൂസ് എങ്കിൽ ജ്യൂസ്, കഷായം എങ്കിൽ കഷായം. പിന്നെ എനിക്ക് നല്ല കുട്ടി പട്ടം തന്ന പോലീസ് മാഡത്തിന് അവർക്ക് എന്റെ സേവനം വല്ലതും വേണമെങ്കിൽ തരാം എന്നൊരു ഓഫർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പോലീസ് ബുദ്ധി കൊണ്ട് തെളിയാത്ത പല കേസുകളും എന്റെ ഈ ക്രിമിനൽ ബുദ്ധി കൊണ്ട് തെളിയിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് വേണമെങ്കിൽ കേട്ടോ. ഞാൻ സ്മാർട്ടാണ് എന്നത് തെളിയിക്കപ്പെട്ട ഒരു സർട്ടിഫൈഡ് സത്യമാണല്ലോ. യഥാർത്ഥത്തിൽ എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ പ്രശ്നം ബന്ധത്തിലൊക്കെ ആത്മാർത്ഥത വേണം എന്നുള്ള നിർബന്ധമാണ്. അത് പാടില്ല. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന സന്ദേശവും. ഒരാളുമായിട്ട് ബന്ധമുണ്ടാക്കിയാൽ അയാളെ ഉപയോഗിക്കുക, വലിച്ചെറിയുക, തീർന്നു, ഫിനിഷ്. വലിച്ചെറിഞ്ഞിട്ടും പോകാൻ തയ്യാറായില്ലെങ്കിലും അങ്ങ് ഫിനിഷ് ചെയ്തേക്കുക. ഈ പ്രണയത്തിനാണ് ഈ ഒരാളെ എനിക്ക് പറ്റുള്ളൂ, ഈ ഒരാളില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നൊക്കെയുള്ള തോന്നല്. കാമം മാത്രം തലയ്ക്ക് പിടിച്ച ബ്രില്യന്റ് റാങ്ക് ഹോൾഡേഴ്സിന് അതില്ല എന്ന് മാത്രമല്ല, ഒരാളെ മാത്രം പറ്റില്ല. അത് ഞാൻ തെളിയിച്ച് കാണിക്കുകയാണ് ചെയ്തത്. വേറെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ അമ്മയെയും അമ്മാവനെയും കുറ്റം പറയുന്നവരോട്, മക്കളുടെ ഇത്തരം ധീരമായ എല്ലാ തീരുമാനങ്ങളിലും ഉദ്ദേശശുദ്ധിയിലും എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും തന്ന് വീട്ടിലെ മുതിർന്നവർ എങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കണം എന്നുള്ളതിന് മാതൃകയാണവർ. ആ മാതൃക പിന്തുടരാതെ അവരെ കല്ലെറിയുന്നവരോടും എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവളിനി പുറം ലോകം കാണൂല്ലല്ലോ, ആ ജയിലിനകത്ത് തന്നെ ഇവളുടെ ജീവിതം തീരുമല്ലോ എന്നൊന്നും പറഞ്ഞ് ആരും സന്തോഷിക്കേണ്ട. മനസ്സിലൊരിത്തിരി കുറ്റബോധമോ നന്മയോ ഒക്കെ ഉള്ളവർക്ക് അയ്യോ എനിക്ക് പുറം ലോകം എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, മരിച്ചുപോയവനെ ഓർത്ത് നീറി ഇതിനകത്ത് തന്നെ കഴിയേണ്ടി വരുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത തോന്നുള്ളൂ. നമുക്ക് ശാപ്പാടാണ് മുഖ്യം. അതവിടെ കിട്ടും. സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും. എന്തോ എന്നെ അങ്ങ് ശിക്ഷിച്ചു കളഞ്ഞു എന്നുള്ള സന്തോഷത്തിൽ ആർമാദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ശിക്ഷയിലൊക്കെ സങ്കടം തോന്നാനും തകരാനുമുള്ള മനസ്സാണ് ഈ ക്രൂഷ്മയ്ക്കെങ്കിൽ ഞാൻ ഒരുത്തനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുവോടെ. ദിസ് ഈസ് ബ്രില്യന്റ് ക്രൂഷ്മ ഫ്രം പാറശാല.